പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അൽത്താഫ് കൂടി ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ഡോക്ടർ സ്വാഗതം സി മലയാളം ന്യൂസിലേക്ക്. ഈ തെരുവ് നായയുടെ ആക്രമണം നമ്മൾ കുറച്ച് കാലങ്ങളായി തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം കേരളത്തിൽ 3 കേസുകളുണ്ടായിരുന്നു. വാക്സിൻ എടുത്തിട്ടും മരണം സംഭവിക്കുന്ന ഒരു കേസുകളും ഉള്ളതാണ്. അത്രത്തോളം ഭയത്തോടെ തന്നെയാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുന്നതും. നിലവിലിപ്പോൾ ഈ ഒരു തെരുവുനായുടെ ഒരു ആക്രമണം ഉണ്ടായാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ വാക്സിൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ്, വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആവശ്യമുള്ള കാര്യവും. പക്ഷേ പല സന്ദർഭങ്ങൾ ഇന്നിപ്പോൾ ഉണ്ടായ ആക്രമണങ്ങൾ പോലും മലയോര മേഖലകളിലാണ്. അവിടെയൊന്നും വാക്സിൻ എടുക്കാനുള്ള ഒരു സാഹചര്യം, അത്തരത്തിലുള്ള സൗകര്യമുള്ള ആശുപത്രികളില്ല എന്നാണ് അറിയുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ കൂടി വരുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതില് ഏറ്റവും ആദ്യം പറയാനുള്ള കാര്യം പ്രഥമ ശുശ്രൂഷയെ കുറിച്ചാണ്. ഒരു മൃഗങ്ങളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ, തെരുവ് നായ ഉൾപ്പെടെ മൃഗങ്ങളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതിന്റെ പ്രഥമ ശുശ്രൂഷയാണ്. അത് ഏതാണ്ട് 15 മിനിറ്റിൽ കുറയാത്ത സമയം റണ്ണിങ് വാട്ടർ, അതായത് ടാപ്പ് ഉള്ള വീടാണെങ്കിൽ ടാപ്പ് തുറന്നു വിട്ട് സോപ്പ് നല്ലവണ്ണം പതച്ച് ആ മുറിവ് നല്ലവണ്ണം വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നല്ലവണ്ണം കഴുകുക, സോപ്പ് പതഞ്ഞ വെള്ളത്തിൽ നല്ലവണ്ണം കഴുകുക. അങ്ങനെ നമുക്ക് അതിൽ ഏതാണ്ട് 90% വൈറസുകളെയും നശിപ്പിക്കാൻ സാധിക്കും. ആ രീതിയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ഒരു കാര്യം, വാക്സിൻ എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ കടിയേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ, അതിന് കുറച്ച് വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാവും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആകുമ്പോൾ. പക്ഷെ അത് എങ്ങനെയാണെങ്കിലും നമുക്കത് ചെയ്തേ പറ്റൂ. ഇതിന്റെ ഫസ്റ്റ് എയ്ഡ് ആണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞാൽ ഈ വാക്സിൻ ലഭ്യമായിട്ടുള്ള തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രികൾ, കേരളത്തിൽ ഏതാണ്ട് 600ഓളം സർക്കാർ ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രികളിൽ ഇതിന്റെ വാക്സിനും ഇമ്മ്യൂണോഗ്ലോബിനും എല്ലാം ലഭ്യമാണ്. അത് സൗജന്യമായിട്ട് തന്നെ, മിക്കവാറും സൗജന്യമായിട്ട് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ആശുപത്രികളിലെങ്കിലും തൊട്ടടുത്ത മറ്റൊരു ആശുപത്രിയിലേക്ക് പോയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ അതിന്റെ ഏതാണ്ട് 4 ഡോസുകൾ, പല ഡോസുകളായിട്ട്, ആദ്യ ഡോസും 3ാമത്തെ ഡോസും 7ാമത്തെ ഡോസും 28ാമത്തെ ഡോസും അങ്ങനെ എടുക്കേണ്ടതുണ്ട്. അതാത് ദിവസങ്ങൾ എടുത്താൽ മതി. ഇന്ത്യയിൽ തന്നെ വാക്സിൻ സമ്പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പൊ ആ ഒരു രീതിക്ക് അത് ഉപയോഗപ്പെടുത്തണം. പക്ഷേ ഇത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ നായകളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഒരു പ്രശ്നം, വലിയൊരു സാമൂഹിക വിപത്തായിട്ട് കണ്ടു തന്നെ അതിനെതിരെ നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ അലഞ്ഞു തിരിയുന്ന നായകളുടെ പ്രശ്നം അത് ആ രീതിയിൽ തന്നെ അഡ്രസ് ചെയ്യണം. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയമാവലി കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഈ നായകളെ വളർത്താനായിട്ട് ലൈസൻസ് എടുക്കണം. അതുപോലെ നായകള് അങ്ങനെ വെറുതെ തെരുവോരത്ത് കൊണ്ട് ഉപേക്ഷിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. ഇതെല്ലാം അപ്പൊ അത് കർശനമായിട്ട് അത്തരം നിയമങ്ങൾ നടപ്പാക്കുകയും. അത് തന്നെയാണ് ഡോക്ടർ, നമ്മൾ ഈ സന്ദർഭങ്ങളെല്ലാം ആദ്യ സമയങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഈ ആരോഗ്യ വകുപ്പിന്റെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാക്സിന്റെ ഒക്കെ ഒരു അപര്യാപ്തതയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുക. പക്ഷേ ഇത് കൂടി വരുന്ന ഒരു തെരുവ് നായകൾ, അതിനെ എങ്ങനെ എന്നുള്ള കാര്യത്തിൽ അത് തന്നെ ഒരു വെല്ലുവിളിയാണല്ലോ. അത് ആരോഗ്യ വകുപ്പോ ആരോഗ്യ പ്രവർത്തകരോ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല ഈ തെരുവുനായ ശല്യം നിയന്ത്രിക്കുക എന്നുള്ളത്. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ പൊതുസമൂഹവും എല്ലാം ഒത്തൊരുമയോട് പ്രവർത്തിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് മുൻകൈ എടുക്കണം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ സന്നദ്ധ സംഘടനകളും ജനങ്ങളും എല്ലാം അതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിലിപ്പോ ഈ നായകളെ വർദ്ധിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം, പലപ്പോഴും വീട്ടിൽ വളർത്തുന്ന നായകളെ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ തെരുവോരത്ത് കൊണ്ട് ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ മാലിന്യ സംസ്കരണത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണം, ഇതെല്ലാം ഇതിന് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിന് ഈ നായകൾ പെരുകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ അതിന്റെ റൂട്ട് കോസിനെ അഡ്രസ് ചെയ്തേ പറ്റൂ. നമ്മൾ ഇനി എത്ര കാലം ഇതിങ്ങനെ ചർച്ച ചെയ്യും? ഇപ്പൊ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 15-20 വർഷങ്ങളായിട്ട് ഞാൻ ഇതുപോലെ ഓരോ മീഡിയകളിലും ഒക്കെ പറയേണ്ടി വരുന്നുണ്ട്. പക്ഷേ നമ്മളിത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് പോകുന്നില്ല. എത്ര കുഞ്ഞുങ്ങളാണ് മരിച്ചിട്ടുള്ളത്? കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ തന്നെ 20-25 കേസുകൾ മരിക്കുന്നു. അതിൽ നല്ലൊരു ശതമാനം കൊച്ചുകുട്ടികൾ, അഡോളസന്റ് ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ചെറുപ്പക്കാര്, പാവപ്പെട്ട മനുഷ്യര്, ഇവരാണ് മരിക്കുന്നത്. അപ്പൊ ഇത് അതുപോലെ മരിക്കുന്നതിന്റെ കാര്യം പറയുമ്പോൾ ലക്ഷക്കണക്കിന് പേർക്ക് കടിയേൽക്കുന്നുണ്ട്. അത് മാരകമായിട്ടുള്ള രീതിയിലുള്ള കടി, വളരെ അംഗവൈകല്യം ഉണ്ടാകാവുന്ന രീതിയിൽ, അവരുടെ ഞരമ്പുകളൊക്കെ ബാധിക്കുന്ന രീതിയിൽ, നാടിഞരമ്പുകൾ ബാധിക്കുന്ന രീതിയിൽ, കൈകാലുകൾക്ക് അവരുടെ ചലനം ശേഷി നഷ്ടപ്പെടുന്ന രീതിയിൽ, കാഴ്ച നഷ്ടപ്പെടുന്ന രീതിയിൽ മുഖത്ത് കടിക്കുന്ന ഇതെല്ലാം ഉണ്ട്. ഏതാണ്ട് 3.5 ലക്ഷത്തോളം പേരാണ് കടിക്കുന്നത്. അതായത് 2.5 ലക്ഷം പേര് തെരുവ് നായകൾ കടിച്ചിട്ടുണ്ടാകും. ഇത് ഈ പ്രശ്നങ്ങൾക്ക് ആ രീതിയിൽ അഡ്രസ് ചെയ്യണ്ടേ? അതിനുള്ള കോമ്പൻസേഷൻ പോലും നമ്മൾ കൊടുക്കുന്നുമില്ല സത്യത്തിൽ. അതെല്ലാം തന്നെ ഒരു നമ്മളുടെ സാധാരണ മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണിത്. അതുകൊണ്ട് അത് ആ രീതിയിൽ തന്നെ പൊതുസമൂഹം അതിനെ വിലയിരുത്തുകയും അതിന് നടപടി സ്വീകരിക്കുകയും വേണം. അതോടൊപ്പം ഇതിന്റെ മുറിവേറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രഥമ ശുശ്രൂഷയും വാക്സിനേഷനും, അത് രണ്ടും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല.
അതിലേറ്റവും പ്രാധാന്യത ഇപ്പം വാക്സിൻ എടുത്തിട്ട് പോലും മരണപ്പെടുന്നു അല്ലെങ്കിൽ രോഗം വരുന്നു എന്നുള്ളതിന് അതിന് കാരണം അതിൽ നമ്മളിപ്പം നേരത്തെ ഉള്ള കേസുകൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ 80% പേരും വാക്സിൻ എടുത്തിട്ട് വരുന്നവരിൽ 80% പേരുടെയും കാര്യത്തില് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നില്ല. അല്ല, ഏറ്റവും പ്രധാനം നമുക്കിപ്പോ കേസ് 20-25 കേസ് വരുന്നതിൽ 80% ഒരു വാക്സിൻ എടുക്കാത്തവരാണ്. വാക്സിൻ എടുത്തിട്ട് വരുന്നവരിൽ നല്ലൊരു ശതമാനത്തിന്റെയും സാധ്യത ഫസ്റ്റ് എയ്ഡ് അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതല്ലെങ്കിൽ കഴുത്തിലോ മുഖത്തോ തലയിലോ ഒക്കെ ഉള്ള കടിയേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തലച്ചോറിലേക്ക് രോഗാണു എത്താൻ സാധ്യതയുണ്ട്, വൈറസ്. അത് പിന്നെ രോഗം പെട്ടെന്ന് അതിന്റെ വാക്സിന്റെ ഫലപ്രാപ്തി എത്തുന്നതിന് മുമ്പ് തന്നെ രോഗം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം അത്തരം സാഹചര്യങ്ങളും ഉണ്ട്. ഇതിനെല്ലാം ഏറ്റവും ആദ്യം പ്രധാനവുമായിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യേണ്ടത് നായകടി തന്നെയാണ്. തെരുവുനായ ശല്യമാണ് പ്രിവെന്റ് ചെയ്യേണ്ടത്. അതിലേക്ക് തന്നെ നമ്മുടെ ചർച്ചകളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ശരി, വളരെ നന്ദി ഡോക്ടർ അൽത്താഫ് പ്രതികരിച്ചതിന്. ഒരു കൃത്യമായ രീതിയിലുള്ള വാക്സിൻ സൗകര്യം തന്നെയാണ് ആവശ്യം.